ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇത് സോൾവ് ചെയ്യാം, പാർട്ടായിട്ട് സോൾവ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മാത്സ് ആണ് നോക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ദ ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ്. അപ്പോൾ ചോദ്യം ഇതാണ്: ലാർജസ്റ്റ് നാച്ചുറൽ നമ്പർ വിച്ച് എക്സാക്ട്ലി ഡിവൈഡ്സ് ദ പ്രൊഡക്റ്റ് ഓഫ് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറിനെ എക്സാക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് നാച്ചുറൽ നമ്പറാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ. അപ്പോൾ നമുക്ക് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ നമുക്ക് 1, 2, 3, 4 എന്നെടുത്താൽ അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റിനെ എക്സാക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോൾ 1 × 2 × 3 × 4 ഈ പ്രൊഡക്റ്റിനെ എക്സാക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യ കിട്ടണമെങ്കിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 1 × 2 2, 2 × 3 6, 6 × 4 24. അപ്പോൾ 24നെ നമുക്ക് എക്സാക്റ്റായിട്ട് 24 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആൻസർ വരുന്നത് 24 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് 520 മാംഗോസ് ക്യാൻ ബി ബോട്ട് ഫോർ ₹600, ഹൗ മെനി ക്യാൻ ബി ബോട്ട് ഫോർ 1500? അപ്പോൾ 520 മാംഗോ 600 രൂപയ്ക്ക് വാങ്ങാൻ കഴിയും. 600 രൂപയ്ക്ക് 520 മാംഗോ വാങ്ങാൻ കഴിയുമെങ്കിൽ 1500 രൂപയ്ക്ക് എത്ര മാംഗോ നമുക്ക് മേടിക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. അപ്പോൾ 6ൻ്റെ 3 കൊണ്ട് ഹരിച്ചാൽ 2, ഇവിടെ 5, ഇവിടെ 26. ഇപ്പോൾ 260 × 5 ആണ്, 130 ആണ്. 5 × 26 ഇൻറ്റു 10 കൂടി ഉണ്ടാവും, 1300. അപ്പോൾ നമ്മുടെ ആൻസർ 1300 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ ആൻ എക്സാമിനേഷൻ 86% ഓഫ് ദ candidates passed and 224 failed. How many candidates appeared for the exam? അപ്പോൾ ഒരു എക്സാമിൽ 86% പാസ്ഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് 224 പേര് ഫെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ 86% പാസ്ഡ് ആണെങ്കിൽ 14% ഫെയിൽഡ് ആണ്. അതാണ് 224 സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ്. അപ്പോൾ 100% എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 100% കാണണമെങ്കിൽ 224/14 × 100. ഇപ്പോൾ 7 × 2 7 × 3 7 × 2 1600. അപ്പോൾ 1600 ആണ് നമ്മുടെ ആൻസർ. അടുത്തത്: രാജു ആൻഡ് ടോം ക്യാൻ ഡു എ വർക്ക് ഇൻ 10 days. ടോം ആൻഡ് അപ്പു ടുഗദർ ക്യാൻ ഡു ഇറ്റ് ഇൻ 12 days. അപ്പു ആൻഡ് രാജു ടുഗദർ ക്യാൻ ഡു ഇറ്റ് ഇൻ 15 days. In how many days will they finish it if all the 3 work together? അപ്പോൾ നമുക്കിത് LCM മെത്തേഡിലൂടെ കാണാം. രാജു ആൻഡ് ടോം ടുഗദർ ക്യാൻ ഡു ഇൻ 10 days. രാജുവും ടോമും 10 ദിവസം കൊണ്ട്. ടോം ആൻഡ് അപ്പു 12 ദിവസം കൊണ്ട്. അപ്പു ആൻഡ് രാജു 15 days കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ LCM 60 ആണ്. 10ൻ്റെയും 12ൻ്റെയും 15ൻ്റെയും LCM 60 എടുത്തു. ഇവിടെ നമുക്ക് എഫിഷ്യൻസി കാണാം. എഫിഷ്യൻസി കാണേണ്ടത് ടോട്ടൽ വർക്ക് ബൈ ടൈമാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇവിടെ ടോട്ടൽ വർക്ക് ഇതാണ്, ബൈ ടൈം 10, 6 ഇവിടെ 6, ഇവിടെ ബൈ 12 ആകുമ്പോൾ 5, ഇവിടെ ബൈ 15 ആകുമ്പോൾ 4. ഇപ്പോൾ ടോട്ടൽ എഫിഷ്യൻസി നമുക്ക് കിട്ടി 6 + 5 + 4 15 ആണ്
ടോട്ടൽ എഫിഷ്യൻസി ഇവിടെ കിട്ടിയത്. പക്ഷേ ഇവിടെ സെയിം വ്യക്തികൾ തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് രാജു ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, അപ്പു ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ടോമ് ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഡബിളാണ്. കാരണം ഒരാൾ തന്നെ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫിഷ്യൻസി ടോട്ടൽ എഫിഷ്യൻസി ബൈ 2നെ കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ എഫിഷ്യൻസി കിട്ടി, ടോട്ടൽ വർക്ക് കിട്ടി. ഇനി നമുക്ക് എടുക്കുന്ന ഡേയ്സ് കാണാം. എല്ലാവരും കൂടി ചേർന്നെടുക്കുന്ന ഡേയ്സ് 60/15/2. ഈ 2നെ മേലേക്ക് കൊണ്ടുവരുമ്പോൾ 4 × 2 8. 8 ഡേയ്സ് ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് ദ ലാർജസ്റ്റ് ട്രയാങ്കിൾ ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഓഫ് റേഡിയസ് 2 cm. അതായത് ലാർജസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സെമി സർക്കിളിൽ വരയ്ക്കാൻ പറ്റുന്ന ലാർജസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 2. ട്രയാങ്കിൾ ഇങ്ങനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു അർദ്ധവൃത്തത്തിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതെല്ലായ്പ്പോഴും മാക്സിമം വരച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റേഡിയസ് 2 തന്നിട്ടുണ്ട്. ഈ മിഡ് പോയിൻ്റ് ഇതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് ഹൈറ്റായിട്ട് കിട്ടും. അപ്പോൾ ഹൈറ്റും 2 തന്നെ ആയിരിക്കും, കാരണം ഇതും റേഡിയസാണ്, ഇതും റേഡിയസാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/2 × BH. അപ്പോൾ 1/2 ഇത് 2, ഇവിടെയും 2, അതുകൊണ്ട് 1/2 × 2 × 2 4. ഇതൊരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് 4. ഇതും 4 തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് 2. അപ്പോൾ ഇതിൻ്റെ ഏരിയ 2, ഇതിൻ്റെയും ഏരിയ 2. അപ്പോൾ ടോട്ടൽ ഏരിയ 4 cm². അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് മായ ഗോസ് ടു ഓഫീസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h, ഷീ റീച്ചസ് 5 minutes late. If she travels at the speed of 60 km/h, she is 10 minutes early. What is the distance to office from her home? ഇപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു സ്പീഡ്. ഓക്കെ, ഇവിടെ നമുക്ക് 2 സ്പീഡ് തന്നിട്ടുണ്ട്. 2 സ്പീഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 5 മിനിറ്റ് ലേറ്റും 10 മിനിറ്റ് ഏർലി ആകുമ്പോൾ 15 മിനിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. അതായത് ഡിസ്റ്റൻസിന് D എന്നെടുത്താൽ 40 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിക്കുമ്പോഴും 60 കിലോമീറ്റർ കൊണ്ട് സഞ്ചരിക്കുമ്പോഴുള്ള ഡിഫറൻസ് 5 മിനിറ്റ് ലേറ്റും 10 മിനിറ്റ് ഏർലി ആകുമ്പോൾ 15 മിനിറ്റിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഇവിടെ മിനിറ്റാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഈ സ്പീഡ് തന്നിട്ടുള്ളത് ഹവറിലുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഹവറിലേക്ക് മാറ്റണം ആദ്യം. ഇപ്പോൾ ഇവിടെ 1/4 എന്ന് വരും. ഇനി ഇതിൻ്റെ LCM കണ്ടാൽ 120. ഇവിടെ 3 × 40 120, 2 × 60 120. അപ്പോൾ 3D - 2D = D. ഈ 120 അങ്ങോട്ട് പോകുമ്പോൾ
120/4 30. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 30 കിലോമീറ്റർ. അടുത്ത ഇൻ ഹൗ മച്ച് ടൈം വിൽ എ ട്രെയിൻ ഓഫ് ലെങ്ത് 171 meters take to cross a tunnel of length 229 meters if it is running at a speed of 30 km/h. അപ്പോൾ നമുക്ക് ടൈമാണ് കാണേണ്ടത്. അതായത് 171 മീറ്റർ വലുപ്പമുള്ള ട്രെയിന് 229 മീറ്റർ ലെങ്ത്തിലുള്ള ഒരു ടണൽ കടക്കാൻ എടുക്കുന്ന സമയം. ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലും സ്പീഡ് ഹവറിലുമാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അതിനു മുന്നേ ഇവിടെ നമുക്കൊരു കാര്യം അറിയേണ്ടത്, ഒരു ട്രെയിൻ ഒരു ടണൽ പാസ് ചെയ്യുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ടണലിൻ്റെ ദൂരവും ട്രെയിനിൻ്റെ നീളത്തിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. അതായത് 171 + 229 ഇതാണ് ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത്. ബൈ ഇവിടെ 30 km/h മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 5/18 കൊണ്ട് ഹരിക്കാം, ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതാക്കാം. 3 × 6 18, 6 × 5 × 6 30. ഇപ്പോൾ ഇവിടെ 25 ടോട്ടൽ താഴത്ത് കിട്ടി. ഈ 3 മേലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം മാറ്റി എഴുതാം. 229 + 171/25/3 അല്ലേ. ഇത് ടോട്ടൽ എത്ര ഉണ്ട്? 400 ഉണ്ട്. ഇൻറ്റു 3 മേലോട്ട് വരുമ്പോൾ ഈ 25നെ നമുക്ക് 4 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 100 കിട്ടും. അപ്പോൾ ഈ 100 ഇവിടെ കട്ട് ചെയ്യാം. അതുപോലെ ഇവിടെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാം. ഇപ്പോൾ 4 × 4 16 × 3 48 ആണ് നമ്മുടെ ആൻസർ. പക്ഷേ ഈ ഓപ്ഷനിൽ 48 ഇല്ലാത്തതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ റോങ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത്, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 വിൽ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ബി അറ്റ് റൈറ്റ് ആംഗിൾസ്. ഇപ്പോൾ ടൈമാണ് ഇവിടെ കാണേണ്ടത്. നമുക്ക് ആംഗിൾ കാണാനുള്ള ഒരു എക്വേഷൻ ഉണ്ട്. ആംഗിൾ = 11/2 m - 30 × h. ഇത് നമുക്ക് മറ്റൊരു രീതിയിലും എഴുതാം. അതായത് 30h - 11/2 മീറ്റർ. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഈ 2 ഇക്വേഷനും ആംഗിൾ കാണാനുള്ളത് തന്നെ. കാരണം ഒരു സമയം തന്നെ 2 ആംഗിൾ നമുക്ക് ഒരു ക്ലോക്കിൽ കാണിക്കും. സെയിം സമയം തന്നെ 2 ആംഗിൾ നമുക്ക് കാണിക്കും ക്ലോക്കിൽ. അപ്പോൾ നമുക്കിവിടെ ആൻസർ നോക്കി നോക്കാം. ആംഗിൾ ഇവിടെ തന്നിട്ടുണ്ട്, റൈറ്റ് ആംഗിളാണ്. അപ്പോൾ 90 = 11/2 11/2 മിനിറ്റാണ് നമുക്ക് കാണേണ്ടത്. 11/2 മിനിറ്റ് - 30 × ഹവർ ഇവിടെ തന്നിട്ട് 4ൻ്റെയും 5ൻ്റെയും ഇടയിലാണ്. അപ്പോൾ 4 ഇവിടെ കൊടുത്തു. ദാറ്റ് ഈസ് = 30 × 4 120. 120നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 90 + 120 210 = 11/2 മീറ്റർ. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? (420/11)
420/11 3 33 9 ബാക്കി ഉണ്ടാവും. അപ്പോൾ 90 90ൽ 11 8 88 വരും. അപ്പോൾ 90ൽ 88 പോയാൽ 2/11 38 2/11 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ടുഡേ 10th May 2018 is a Thursday. What day of the week will it be on 25th December 2018? ഇപ്പോൾ ഇവിടെ നമുക്ക് ഡേ ആണ് കാണേണ്ടത്. ഡേ കാണുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഓഡ് ഡേയ്സ് വെച്ചിട്ടായിരിക്കും ഓഡ് ഡേയ്സ് കാണുക. അതായത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 10th May കഴിഞ്ഞിട്ട് 7 ഡേ കഴിഞ്ഞാൽ 17th May അതും തേഴ്സ്ഡേ ആയിരിക്കും. ഇവിടെ 10th May തേഴ്സ്ഡേ ആണ്, അതുപോലെ 17th May തേഴ്സ്ഡേ ആയിരിക്കും. പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ 24-ാം തീയതി തേഴ്സ്ഡേ ആയിരിക്കും. പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ 31-ാം തീയതി തേഴ്സ്ഡേ ആയിരിക്കും. അപ്പോൾ 7 ഡേയ്സിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷനാണ് ഡേയ്സിൽ വരുന്നത്. അതായത് ഇപ്പോൾ 7 കൊണ്ട് ഏതെങ്കിലും ഒരു ഈ ടോട്ടൽ ഡേയ്സിനെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഓഡ് ഡേയ്സ് കിട്ടും. അതിനെ നമ്മൾ ഈ തേഴ്സ്ഡേൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടുക. നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 31st May വരെ തേഴ്സ്ഡേ തന്നെയാണ്. പിന്നെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, 31 ഡേയ്സുള്ള ഒരു മന്തിൽ 3 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. അതായത് 31/7 28 റിമൈൻഡർ 3. ഇനി 30 ഉള്ളൊരു മന്തിലാണെങ്കിലോ 2 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് നോക്കിയേക്കണം, അറിയേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനിയുള്ള മാസങ്ങൾ മെയ് ജൂണാണ്. ജൂണിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും? ജൂണിൽ 30 ഡേയ്സ് ആകുമ്പോൾ 2 ഓഡ് ഡേയ്സ്. ജൂലൈയിൽ 3 ഡേയ്സ് 31 ഡേയ്സ് ഉണ്ട്. ഓഗസ്റ്റിൽ 31 ഡേയ്സ് ഉണ്ട്, 3 ഡേയ്സ്. സെപ്റ്റംബറിൽ 30 ഡേയ്സ് ആകുമ്പോൾ 2 ഡേയ്സ്. ഒക്ടോബറിൽ 3 ഡേയ്സ്. നവംബറിൽ 2 ഡേയ്സ്. പിന്നെ ഡിസംബർ 25, അതിനെ നമുക്ക് ഓഡ് ഡേയ്സ് കാണാം. 21 വരെ കട്ട് ചെയ്യാം. 7 to 3 21/4 ഉണ്ടായിരിക്കും. 4 ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് ഓഡ് ഡേയ്സ് കാണണം. ഓഡ് ഡേയ്സ് ലാസ്റ്റ് 7 താഴെ വരുന്നത് വരെ നമ്മൾ ഓഡ് ഡേയ്സ് കണ്ടുകൊണ്ടിരിക്കണം. കാരണം 7 ഈക്വലായി കഴിഞ്ഞാൽ ഡേ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ 7 താഴെ വരണം. അപ്പോൾ 4 + 3 7 അവിടെ ക്യാൻസലായി പോയി. അതേപോലെ 4 + 3 ഇവിടെ ക്യാൻസലായി. ലാസ്റ്റ് വരുന്നത് 5 ഓഡ് ഡേയ്സ് ആണ്. റിമൈൻഡർ 5 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ തേഴ്സ്ഡേനോട് കൂടി 5 ചേർത്താൽ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആണ് നമ്മുടെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് അപ്പു ആൻഡ് റയാൻ അറ്റ് പ്രസൻറ്റ് ഈസ് 3:4. അപ്പുവിൻ്റെ റയാൻ്റെ ഏജിൻ്റെ റേഷ്യോ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 5 years ago ദ റേഷ്യോ ഓഫ് ദെയർ ഏജസ് വാസ് 2:3. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് അപ്പു? അപ്പോൾ 5 വർഷം മുന്നത്തെ ഏജിൻ്റെ റേഷ്യോ 2:3 ആണ്. പ്രസൻറ്റ് ഏജാണ് അപ്പുവിൻ്റെ പ്രസൻറ്റ് ഏജാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ റേഷ്യോ ബിറ്റ്വീൻ ദ ഏജസ് ഓഫ് അപ്പു ആൻഡ് റയാൻ അറ്റ് പ്രസൻറ്റ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. റേഷ്യോനെ ഏജിലേക്ക് 3x 4x. റേഷ്യോ 3ഉം 4ഉം ആണ്. ഏജിലേക്ക് മാറ്റുമ്പോൾ എക്സിനെ അവിടെ നമുക്ക് എക്സിനെ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാം. പിന്നെ 5 years ago എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 years ago അവരുടെ റേഷ്യോ എന്തായിരുന്നു? 2:3 അല്ലത്? ഓക്കെ, 2:3. ഇനി എക്സ് നമുക്ക് കാണാം. 3 × 3 9x. 3 × 5 50. 2 × 5 10. 2 × 4 x 8x. ഇപ്പോൾ 9x
minus 15 is equal to 8x minus 10. അപ്പോൾ 8x 9x എന്ന 8x y x is equal to ഈ 15 അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 15 മൈനസ് 10 ആകുമ്പോൾ എക്സ് ഈസ് ഇക്വൽ ടു 15 10 പോയി കഴിഞ്ഞാൽ എക്സ് ഈസ് ഇക്വൽ ടു 5. ഇവിടെ നമുക്ക് കാണേണ്ടത് അപ്പുവിൻ്റെ ഏജാണ്, അപ്പുവിൻ്റെ പ്രസൻറ്റ് ഏജാണ് നമുക്ക് കാണേണ്ടത്. അപ്പുവിൻ്റെ റേഷ്യോ എന്തായിരുന്നു? 3 ആണ്. അപ്പോൾ 3 × 5 15. ഇപ്പോൾ ഇത്രയായിരുന്നു മാത്സിൻ്റെ സെക്ഷൻ. അപ്പോൾ അടുത്ത സെക്ഷനിൽ അടുത്ത പാർട്ടിൽ നമ്മൾ മെൻ്റൽ എബിലിറ്റി ഡിസ്കസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.